Hey guys, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മുടെ ചാനൽ അങ്ങനെ 5 million സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അമ്മു കൈയ്യോട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ എന്ത് വേണം അവന്? ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, അമ്പു വന്നതിന് ശേഷം നമുക്ക് കറക്റ്റ് 1 million സബ്സ്ക്രൈബേഴ്സ് കൂടിയിരിക്കുകയാണ്. എന്ത് പറയുന്നേ, എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊരു പ്രത്യേക ഒരു സന്തോഷം. ആ ഒരു 1 million കുഞ്ഞിനെയും കൊണ്ട് അതൊരു ഇതായിട്ട് പറയുമല്ലോ, ഒരു എക്സ്ക്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുമല്ലോ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഉള്ളിൽ തന്നെ ഒരു അതെ ഒരു പ്രൗഡ് ഫീല് നമ്മൾ, കാരണം കുഞ്ഞിനെയും വെച്ചുകൊണ്ട് നമ്മൾ ഒന്നിക്കൊന്നിടം മുടങ്ങാതെ വീഡിയോ ഈ ഒരു വർഷം നമ്മൾ അതേ കണക്ക് ഫോളോ ചെയ്തു. ഏതൊരു മാസം നമ്മൾ 15 വീഡിയോ ഡെയിലി ഇട്ടു. പിന്നെ അതിന്റെ കൂടെ ഷോർട്സ് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്തു. പിന്നെ പ്രൊമോഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ അവനെ വെച്ചുകൊണ്ട്, ഇടയ്ക്ക് അമ്മയെ കൊണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ മാക്സിമം അത്ര ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു 1 million എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമാണ്. തൊട്ട് ഇന്ന് വരെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഗൈസ്. അപ്പൊ അതിന് കുറെ നമ്മൾ പുതിയ ചലഞ്ചസ് കൊണ്ടുവന്നു. അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ കുറെ പാർട്സ് നമ്മൾ എടുത്ത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എടുക്കുന്നത്. ഇതൊരു 5 million അനുബന്ധിച്ചുള്ള സെലിബ്രേഷൻ വീഡിയോ അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും കളർ ഗിഫ്റ്റ് ചലഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് മൃദുലയ്ക്ക് ആണ് നമ്മൾ അമ്പൂട്ടർ ചെയ്ത്. സോ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗൈസ്, അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ മൃദുലേ, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണ്? കളർ ഗിഫ്റ്റ് ചലഞ്ച് ടു സബ്സ്ക്രൈബേഴ്സ്. അപ്പോ നമ്മളിവിടെ 10 കളറാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റെഡ് ഉണ്ട്, പിന്നെ പർപ്പിള്, യെല്ലോ, ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, നേവി ബ്ലൂ, ബ്രൗൺ, ബ്ലാക്ക്, റോസ്, വൈറ്റ്. അപ്പൊ ഇത്രയും കളറിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഗേൾസിനുള്ള സാധനവും മൃദുല ബോയ്സിനുള്ള സാധനവും വാങ്ങാൻ വേണ്ടി പോകുന്ന. സോ 10 ഐറ്റം, അത് നമ്മൾക്ക് 2 പേർക്ക് മാത്രം വാങ്ങുമ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി റാൻഡം ഐറ്റംസ് അറിയാതായിരിക്കും വാങ്ങുന്നത്. അപ്പൊ ഈ 2 ഐറ്റം 2 പേർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അമ്പൂട്ട തുടങ്ങല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടനൊക്കെ വാങ്ങുമ്പോ നമ്മൾ പ്രൈസ് നോക്കും. നിങ്ങൾക്കായതുകൊണ്ട് നമുക്ക് പ്രൈസിന്റെ ഒരു കാറ്റഗറിയെ വെക്കുന്നില്ല. പ്രൈസ് വീഡിയോയിൽ പറയുന്നു, കാരണം അതൊരു ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ആണ്. ആരായിരിക്കും വെറൈറ്റി ഗിഫ്റ്റുകൾ എടുക്കുന്നത് നമുക്ക് നോക്കാം. ഓഫീസ് ഡ്രസ്സാ? കൊള്ളാം. നല്ല മഴ, അടിപൊളി മഴ. താണ്ടേ ഇവിടെ കാവൽ ഇരിപ്പുണ്ട്. മാവ് പറഞ്ഞുണ്ട്. അത് അമ്പൂട്ടന്റെ ഭാഷയിലല്ലേ? ആ പനി വന്ന് പോയ പിന്നെ ഒരു ക്ഷീണം കുഞ്ഞിന്റെ മുഖത്ത്. എങ്ങനെ അമ്പു? അവ അങ്ങനെ ആവൂന്ന് വിളിക്കുമ്പോ അത് വിളി കേൾക്കും. നീ ഇനി എങ്ങനെ വിളിക്കുന്നേ? അമ്പൂട്ടെ നീ എങ്ങനെ വിളിക്കുന്നേ? മാറച്ച വണ്ടി കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ്. ഇനി കേറുക, വാങ്ങുക. കളറൊക്കെ ഓർമ്മയുണ്ടല്ലോ? കളർ ഞാൻ ഫോണിലോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, നോക്കണം. ഒരു 5-6 വട്ടം നോക്കിയാലേ അറിയൂ. ഞാൻ ഗേൾസിനുള്ള സാധനമാണ് വാങ്ങേണ്ടത്. വെറൈറ്റി ഐറ്റംസ് വരും. താങ്കൾ ബോയ്സിനുള്ള സാധനമാണ്. സൈസ് പോലും അറിയത്തില്ലല്ലേ? അതാണ് ഒരു പ്രശ്നം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഈ ചെരുപ്പോ അല്ലെങ്കിൽ ഡ്രസ് പോലും നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ, ഇല്ലേ? 20s-ലാണോ 30s-ലാണോ ആർക്ക് ഏത് ഏജ് ഗ്രൂപ്പാന്ന് അറിയത്തില്ല, ഏത് സൈസാന്ന് അറിയത്തില്ല. അതൊരു ഭയങ്കര ചലഞ്ചിങ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. കുഞ്ഞെന്തോ പറയാൻ വന്നേ? ആർക്ക് കിട്ടിയാലും ഹാപ്പി ആയിട്ടിരിക്കണം. അറിയത് മൈക്കാത്. നിങ്ങൾ ഡീകോഡ് കേസ്, നിങ്ങളാണ് ഡീകോഡ് ചെയ്യുന്ന. എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ.
ബൈ ബൈ. ടാറ്റോടുമ്പോ ടാറ്റ ടാറ്റ. അയ്യോ വരുന്നു. ഓടിക്കോ ചോടി ചോടി. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സ്റ്റുഡിയോ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് സ്റ്റുഡിയോ കയറി അടിപൊളി ഒരു ഫ്രീ സ്റ്റൈലാക്കി ഫ്രീ സൈസിലുള്ള ഒരു ഷർട്ടം എടുക്കാം. ഓക്കെ ഓക്കെ. ആണ്ട് ഓടി നടക്കുക. ഇവനെ വെച്ചോണ്ട് ഞാൻ എങ്ങനെ പർച്ചേസ് ചെയ്യും? അമ്മ എങ്ങനെ ഷോപ്പ് ചെയ്യും? ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് മതിയോ? ഇത് എടുക്കട്ടെ? നമ്മൾ ആദ്യം ഒരു ഗേൾസിന്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. പക്ഷെ ഡ്രസ്സ് വാങ്ങാൻ ഞാൻ ഏത് സൈസിൽ വാങ്ങും ഗൈസ്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം നോക്കട്ടെ. ഡ്രസ്സ് എന്തായാലും നമുക്ക് വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ കളർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഗൈസ്, നമ്മൾ ആദ്യം കയറിയ ഷോപ്പിൽ നിന്ന് നമ്മൾ വൈറ്റ് വാങ്ങി, അതേപോലെ ലൈറ്റ് ബ്ലൂ വാങ്ങി. ഗൈസ്, നമ്മൾ അങ്ങനെ സ്റ്റുഡിയോ കയറി 2 കളറിന്റെ 2 കാറ്റഗറിയിലുള്ള 2 പ്രൊഡക്റ്റ് എടുത്തു. ഇനി നമുക്ക് ബില്ലടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി വേറെ കടയിൽ പോവാം കേട്ടോ. പിന്നെ ഇങ്ങനെ എടുത്ത് കയറ്റിയോണ്ട് കുഴപ്പമില്ല. ആദ്യം ഇറങ്ങാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ സാധനങ്ങളെല്ലാം പ്രീമിയം സാധനമാണ്. എല്ലാം കുഞ്ഞു സാധനമാണെങ്കിൽ പോലും എല്ലാം നല്ല സാധനം കേട്ടോ. ഇത് നോക്കിയേ, ഇതൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ എല്ലാം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇന്ത്യയിൽ മേടിയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ചെറിയൊരു കീ ചെയിൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു യുണീക്നെസ്സും കളറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയേ, ഈ കപ്പൊക്കെ നോക്കിയേ, നമ്മുടെ കളറിൽ ഈ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല നല്ല സ്ട്രോങ് സാധനമാണ്. പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ട്. ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, TWS ഒക്കെ നമ്മുടെ ഇയർഫോണാണ്, കസ്റ്റമൈസ്ഡ് ഗേൾസിൻ്റെ ഒക്കെ. അങ്ങനെ ആയിട്ടുള്ള കുറേ യുണീക്ക് ഐറ്റംസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്തായാലും കുറേ കളറിലുള്ള സാധനം കിട്ടും. ലെറ്റ്സ് ഗോ. ഇതൊക്കെ നോക്കി ഹാരി പോട്ടറിൻ്റെയും ഇതൊക്കെ കൊള്ളാം അല്ലേ ഈ ഗ്ലാസ്സൊക്കെ. ഗൈസ്, നമുക്ക് മിൻസോ എന്നൊരു ഒറ്റ കളർ കിട്ടിയുള്ളൂ കേട്ടോ. അവിടെ നമ്മൾ റോസ് മാത്രം എടുത്ത് ഇത് ഏത് കയ്യിലുണ്ട്. പിന്നെ നമ്മളൊരു ഫുഡ്വെയറിൻ്റെ കടയിലോട്ട് വന്നു. ഇവിടെ നിന്ന് വല്ലതും നോക്കാം. നമ്മളെടുത്തത് മിൻസോയിൽ വന്നു ഗൈസ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, പല കളറിലുള്ളത്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ മിൻസോയിലോട്ട് വന്നു ഒരു സാധനം എടുത്തു. ഇനി നമുക്ക് തപ്പാം. കപ്പ് നോക്കിയാലോ? മിനിച്ചല്ല. ഞാനിവിടെ കയറിയിട്ട് ഒരു 2 മണിക്കൂറിൽ കൂടുതലായി. ഞാൻ മൊത്തം ഒരു 4 സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് ഇത്ര ടൈം ആദ്യമായിട്ടോട്ട് എടുക്കുന്നത്. എനിക്കും മുതലേക്ക് പോലും സാധനം വാങ്ങാൻ ഇത്ര ടൈം എടുത്തിട്ടില്ല ഗൈസ്. 4 കളറേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഗൈസ്. ഞാൻ എപ്പം തീരും? മൃദുല തീരാറായെന്ന് പറഞ്ഞേ. നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്താ സാധനം വാങ്ങിക്കാൻ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ വാങ്ങിക്കും. ഞാൻ എല്ലാം വാങ്ങി. അപ്പോഴത്തേക്ക് അമ്പൂട്ട് എൻ്റെ കൈ ഇരുന്ന് തന്നെ ഉറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബില്ലടിച്ചിട്ട് ഇറങ്ങാം. ഞാൻ വിചാരിച്ചു ഇനി ലുലു ഫാഷനിൽ കയറാം, വേറെ 1-2 കടയിലൊക്കെ കയറാം. പക്ഷെ എൻ്റെ ആവശ്യം വന്നില്ല. പെട്ടെന്ന് വാങ്ങിയതിൽ അമ്പൂട്ടന് ഉറക്കം വന്നിരിക്കുമല്ലായിരുന്നോ, അത് ഉറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ബില്ലടിച്ചിട്ട് ഇറങ്ങാം. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അമ്പൂട്ടന് നല്ല ഉറക്കമായി. ഞാൻ കുറേ പ്രൊഡക്ട്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കളറിൻ്റെ. അത് ഒരു കാറ്റഗറിയിൽ നിന്നുള്ള പല കാറ്റഗറിയിൽ. കാരണം എടുത്തിട്ട് എനിക്ക് മതി വരുന്നില്ല. നമ്മളങ്ങനെ കണ്ടുമുട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഞാൻ എപ്പോൾ തൊട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഗൈസ്, എനിക്ക് എവള് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എടുക്കാൻ പറ്റണില്ല. എനിക്കങ്ങ് കൺഫ്യൂഷനാ. കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്നതല്ലേ, എനിക്ക് അതുകൊണ്ടങ്ങ് എവക്കാമ തോർത്ത് മതിയല്ലോ, തോർത്തി തീർന്നു പരിപാടി. അതുകൊണ്ട് വലിയ പാടായിരുന്നു കേട്ടോ. സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തീർന്നു. ഇനി ഒരു കളർ കൂടെ ഉള്ളൂ. അതെവിടത്തേലും തപ്പി നമുക്ക് ഇറങ്ങാം. അമ്പൂട്ട നല്ല ഉറക്കമായി. ഹേ ഗൈസ്, അപ്പോ ഇനിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മള് എവള് വാങ്ങിച്ച എന്തെന്ന് എനിക്കും അറിയത്തില്ല. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങനെ നിങ്ങൾക്കും നമ്മൾ എന്താ വാങ്ങിച്ചത് ഞാൻ ഓപ്പൺലി തുറന്നു പറയാലോ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. എന്താണെന്നറിയോ? എനിക്കല്ലല്ലോ. ഞാൻ വാങ്ങിച്ചത് ഏട്ടനെ കാണിച്ചു തരാൻ വയ്യ. പക്ഷെ ഏട്ടൻ ഇന്ന് വാങ്ങിച്ചെന്ന് അറിയണമെന്നുണ്ട്. എന്നാലും
നേരത്തെ എനിക്ക് എന്തുമായിരിക്കും വാങ്ങിച്ച അത് എനിക്കും അങ്ങനെ മൃദുല എനിക്ക് വേണ്ടി എന്തുമായിരിക്കും വാങ്ങിച്ചെന്നുള്ള സംഭവം. അമ്പുവിനെ ഞാൻ ചെറുതായിട്ട് വെറൈറ്റി അവിടെ ഇരുത്തിയിരിക്കുക കേട്ടോ. ഇതിനെ മണ്ടേ കയറി കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ ശ്രദ്ധിക്കണം, ടേബിളിനെ മണ്ടേ നടത്തരുത്. നമുക്കും ആഗ്രഹമില്ല, അവൻ ഇങ്ങനെ കേറുവാ, അവനങ്ങ് കേറി ശീലമായി പോയി. ഇതിന്റെ മണ്ട ഈ വട്ടം അതുകൊണ്ടാണ് മൃദുല അവിടെ ഇരുന്നത്, ഞാൻ എപ്പോഴും അവിടെ ഇരിക്കുന്നത്. ആ ഡ്രംസ് അടി തുടങ്ങി. ഇനി ഇത് കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഈ വട്ടം. ഞാനാണെങ്കിൽ എന്തെടുക്കും കാരണം എവക്കാമന് ഈ പ്രശ്നമില്ല. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞൊക്കെ തന്നെ ഞാൻ ഓരോ ഗിഫ്റ്റ് എടുത്തപ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കര യുണീക്ക് ആയിരിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഗിഫ്റ്റ് എത്ര നാളായാലും അത് എടുക്കുമ്പോൾ നമ്മളെ ഓർക്കണം. കാരണം ആ ഒരു വെറൈറ്റി ഓരോ ഗിഫ്റ്റിലും വേണം. അല്ല സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം നിർബന്ധമായിരുന്നു. വെറൈറ്റി ആയിരിക്കണം ഗിഫ്റ്റ്. പിന്നെന്താ പറയുക, ഗേൾസ് ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യും, പക്ഷെ ബോയ്സ് എത്രയായാലും എനിക്കറിയാം യൂസ് ചെയ്യുന്ന കോമൺലി കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് ഇല്ല എന്ന് എനിക്കറിയാം. സോ ഗൈസ്, അപ്പോ നമുക്ക് ഫോൺ എടുക്കൂ, കളർ എടുക്കൂ. അപ്പൊ ഗൈസ് നമ്മുടെ ഓരോന്നായിട്ട് ഇനി എടുക്കാം. ഒരു സൈഡിൽ നമുക്ക് തുടങ്ങാം. റെഡ്, ഫസ്റ്റ് കളർ റെഡ് ആണ്. അപ്പം മൃദുലയുടെ റെഡ് കളർ എടുത്തോളൂ. ഞാനാണോ ആദ്യം? നീയാ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തന്നെ കമന്റ് ഇടണം. അതെ അതെ, നമ്മൾ ആരും ഒന്നും പറയുന്നില്ല. ബോയ്സ് കാണുന്നവർക്ക് അവള് വാങ്ങിച്ച ബോയ്സ് ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ വാങ്ങിച്ച ഗേൾസ് പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വീഡിയോ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അയ്യോ അവിടെ ഇരിക്കുന്നവരുടെ എല്ലാം അവൻ വരത്തോളൂ. ഈ മൂല അവൻ എന്തോ ഇത് കന്നിമൂലാണോടാ. നോ നോ. ഓക്കേ, ഫസ്റ്റ് ഐറ്റം അമ്പു. റെഡി, 1 2 3. എന്താടി? സ്പ്രേ, പെർഫ്യൂം. പക്ഷെ സ്മെല് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മളൊന്നും പൊട്ടിക്കുന്നില്ല. അല്ല, ഞാൻ അവിടെ ടെസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് അമ്പു മിക്കവാറും പൊട്ടിക്കുന്ന ലക്ഷണമുണ്ട്. പാക്കറ്റ് ചിലപ്പോൾ ചെറുതായിട്ട് പൊട്ടിച്ചെന്ന് വരാം. റെഡ് ലവ് ഈ ഔത്തി ചുമച്ചോണ്ട് ചിരിച്ചാ. എടാ ഒന്ന് നോക്കണ്ട അവിടെ ഗൈസ്, അറബിയിലൊക്കെ എഴുതിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഫസ്റ്റ് മൃദുല വാങ്ങിച്ചിരിക്കുന്ന പെർഫ്യൂം ആണ്. ഞാൻ എന്റെ എടുക്കാം, റെഡ്. ഇതിന്റെ ബാക്ക് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫോൺ ഇങ്ങനെ ആവുമായിരുന്നു. ഓരോന്നും യുണീക്ക് ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അമ്പൂട്ടൻ അത് മതി, ഇത് രക്ഷപ്പെട്ടു. പക്ഷെ റെഡ് തീർന്നില്ല, റെഡ് ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ ഒരെണ്ണം ഒരു കളറിൽ തന്നെ കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഒരെണ്ണം നിർക്കാനായിട്ട്. ഇത് ഹലോ കിറ്റി. എനിക്കിതില് കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബ്രാൻഡിന്റെ. എനിക്കറിയില്ല. റെഡ് വെച്ച് ഞാൻ ഒരു ഐറ്റം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ റെഡ് വെച്ചൊരു കുട്ടി കൂളിംഗ് ഗ്ലാസ്. അത് അമ്പു അടിപൊളി. ഇതൊരു കവർ. ഇതിപ്പോ അമ്പു തന്നെ ഇടും. അത് അവന് കണ്ണാടി ഇടാൻ ഞാൻ ചുമ്മാ വെച്ചതേ ഉള്ളൂ. അപ്പോ ഞാൻ റെഡ് വെച്ച് അടുത്ത ഐറ്റം വാങ്ങിച്ചത് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം നല്ല അടിപൊളി ഒരു നെയിൽ പോളിഷ് ആണ്. ഇതെന്തോ മാറ്റി സംഭവം, ഭയങ്കര ഗ്ലേസിംഗ് ഉള്ള ഒരു സംഭവം. അത് ഗ്ലേസി റെഡ് ആണ്. അപ്പൊ എനിക്ക് കണ്ടപ്പോഴും ഇതിന്റെ ഒരു ഡെമോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു കളറിന്റെ. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ വാങ്ങിച്ചു. ഞാൻ മൊത്തം മൂന്ന് പ്രോഡക്റ്റ് ആണ് ഞാൻ മൂന്ന് പ്രോഡക്റ്റ് ഞാൻ റെഡിൽ വാങ്ങിച്ചാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത കളറ് ലേഡീസിന്റെ മെയിൻ കളറാണ് പർപ്പിൾ. ഇതൊന്നും മുതലാവത്തില്ല. അമ്പ ഇത് മൊത്തം എറിഞ്ഞ് ഇതൊക്കെ താഴെ വീണ പൊട്ടി. ഒന്നും തരരുത്, എല്ലാം സ്വന്തമാക്കി വെച്ചോണം കേട്ടോ. ഓക്കെ, പർപ്പിൾ എന്താണ് ബോയ്സിന് വാങ്ങിച്ചത്? ഓ, ജിമ്മിൽ പോകുന്നവർക്ക് പോകുമ്പോ വെള്ളം, ജിമ്മിൽ പോയില്ലേലും വീട്ടിൽ ഇരിക്കാണെങ്കിലും വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റ് ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്. സാധാരണ ഫ്രീ ആണ്. ഒരു ലിറ്ററിന് മേലെ ഉണ്ട്. ഇതെല്ലാം സിമ്പിളാ. പക്ഷെ ഒരു കാര്യം കുറച്ചുകൂടി നല്ലതുണ്ടായിരുന്നേ, കളർ ഇതായതുകൊണ്ട് എനിക്ക് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പലതും ഇഷ്ടപ്പെട്ടു, പക്ഷെ കളറിന്റെ കാര്യമുള്ളൂ. പല കളർ വരും, അതായത് വേറെ നൈസ്. ഇത് ഇഷ്ടപ്പെട്ടു, അടിപൊളി സാധനം. ഇതൊക്കെ എല്ലാവർക്കും യൂസ് ആണ്. പിന്നെ നമുക്ക്
ഈ ചില സാധനങ്ങൾ എടുക്കുമ്പം നമ്മൾ ആലോചിക്കും ഇത് പിള്ളേർക്കുള്ളതായിരിക്കും, ആർക്കൊക്കെ ആർക്കൊക്കെ ഉപയോഗിക്കാം. Maybe ഒരാൾക്ക് കിട്ടിയാലും അവരുടെ വീട്ടിൽ ആരെങ്കിലും കാണുമോ അത് യൂസ് ചെയ്യാൻ പറ്റുന്നേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാൻ എന്റെ സാധനങ്ങൾ ഇവിടെ വെക്കുന്നില്ല കേട്ടോ, ലാസ്റ്റ് വെക്കാം, അതായിരിക്കും വൃത്തി. ഓക്കെ, ഇനി അടുത്ത എന്റെ പർപ്പിൾ അല്ലേ. എന്റെ പർപ്പിളിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ ആവാൻ ആന്റി ഏജിങ് ലാക്മേയുടെ ആന്റി ഏജിങ് ഷീറ്റ് മാസ്ക് വിത്ത് പ്രോ റെറ്റിനോൾ സി കോംപ്ലക്സ്. അതെ അതെ, ഈ സാധനം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം, അതായത് ഞാനും ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനം. എവിടെയെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൈസ് സാധനം. അപ്പം ഞാൻ എന്തായാലും സ്കിൻ കെയർ റിലേറ്റഡ് എന്തായാലും ഗേൾസ് ആവശ്യമാണല്ലോ, സോ അവർക്ക് വേണ്ടി അതാവാം എന്ന് വിചാരിച്ചു. അപ്പം പർപ്പിളില് ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. ഇത് മാത്രമല്ല, ഇനി ഒരൈറ്റം കൂടി ഉണ്ട്. ഞാൻ എല്ലാം 2 ഒക്കെ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ചുമ്മാ അല്ല. അതും ഞാൻ ഇതേപോലെ തന്നെ ഹെയർ കെയറിന് വേണ്ടിയാ. സ്കിൻ കെയർ പിന്നെ ഹെയർ സ്കിൻ കെയറിന് മാത്രം പോലെ ഹെയർ കെയറിനൂടെ. അപ്പൊ ഇത് വൈറ്റമിൻ ഇ റിപ്പയറിംഗ് ഹെയർ മാസ്ക് ആണ്. അത് അടിപൊളിയായിട്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഹെയർ മാസ്കിങ് എനിക്ക് അറിയത്തോലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സ്കിൻ കെയർ എടുത്തപ്പം അടുത്ത് തന്നെ ഹെയർ കെയർ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും കൂടി നിന്റെ അന്നത്തെ ഗിഫ്റ്റിനെ കാട്ടി കൊള്ളാമോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. തോർത്തൊന്നുമില്ല കേട്ടോ, ഈ വട്ടം തോർത്തൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാനും അറിയാം അല്ലേ? ഞാൻ വിചാരിച്ച അറിയാത്തോണ്ടാണ് ഗേൾസിന് സാധനം വാങ്ങിക്കാൻ. അപ്പൊ അറിയാം. യെല്ലോ നീ അല്ലല്ലോ യൂഷ്വലി ബോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഓരോരോ ഐറ്റംസ്. ഇത് ഞാൻ എടുക്കാൻ നേരം അവിടെ ഉള്ള ആ ചേട്ടനടുത്ത് ഓപ്ഷൻ ചോദിച്ചു. ഇതിന്റെ കട്ടി നോക്ക്, ഇതിന് ഫ്രണ്ടിലത്തെ ഭയങ്കര കട്ടിയല്ലേ? നല്ല ഒട്ടും വെട്ടം അടിക്കണ്ട. സാധാരണ ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആവും. കേട്ടാ കടയിലെ ചേട്ടൻ്റെ ചോദിച്ചു. ഞാൻ 2-3 ഓപ്ഷൻസ് എടുത്തിട്ടേ ഇതിലേതായിരിക്കും ഒരു ബോയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചിട്ട്, ആർക്കാ പ്രവീൺ ചേട്ടനാണോ? ഞാൻ പറഞ്ഞു പറ, അത് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പറ, സാധാരണ ബോയ്സിന് ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത എന്റെ അല്ലോ അല്ലേ, എടുക്കട്ടെ. ഇത് ഏത് നിക്ക് കമ്പനി ഏതാ? ഹാരി പോട്ടർ. ഞാനും കണ്ടായിരുന്നു ഹാരി പോട്ടറിന്റെ കുറെ സ്പെഷ്യൽ എഡിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇത് ഹാരി പോട്ടറിന്റെ ആണ്. ഇവിടെ WB സ്പെഷ്യൽ എഡിഷൻ ആട്ടോ ഇത്. ഈ സാധനം ഹാരി പോട്ടർ അറിയത്തില്ലായിരുന്നില്ലേ? ഇത് ഹാരി പോട്ടർ കളർ ഇഷ്ടപ്പെട്ടു. WBയുടെ ഇതുണ്ട്, ഹാരി പോട്ടർ അവരുടെ സ്പെഷ്യൽ എഡിഷൻ എന്തോ സംഭവം കേട്ടോ. നൈസ്. ഞാൻ എല്ലാം എടുത്തിരിക്കുന്ന വെച്ചാലേ പിള്ളേർക്കൊക്കെ ഉപയോഗപ്പെടുമായിരിക്കും. ഇൻ കേസ് വീട്ടിൽ എന്തായാലും ഒരു കൊച്ചുമോള് കാണുമല്ലോ. അത് കളിപ്പാട്ടല്ല, ഹെയറിലെ ചെറിയ ചെറിയ പൊലക്കും ഇത് ഹെയറിലെ കുറെ ബാൻഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ടോ? കൊച്ചുമക്കൾക്ക് മാത്രമല്ല, നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഷ്ടംപോലെ ബാൻഡ് ഉണ്ട്, കളർ അനുസരിച്ച് യൂസ് ചെയ്യാം. ഇത് ഫാഷനിൽ നിന്ന് വാങ്ങിയത്. ഇത് ഫാഷനിൽ നിന്ന് വാങ്ങി. ഇനി അടുത്ത കളർ പറയൂ. അടുത്ത 4ാമത്തെ കളർ പച്ച. പച്ച ഞാൻ എടുക്കാം. പച്ച ഞാൻ ആലോചിക്കാം. പച്ച ഞാൻ എടുത്തിരിക്കുന്നത് ഹാരി പോട്ടർ എഡിക്ഷന്റെ ഒരു കണ്ണിൽ വെക്കുന്ന നമ്മൾ ഉറക്കം സ്ലീപ്പ് മാസ്ക്. എനിക്കത് പെട്ടെന്ന് വായുന്നില്ല. സോ ഇത് ഹാരി പോട്ടർ എഡിഷൻ ആണ്. ഇതും എനിക്ക് ഭയങ്കര യൂണീക്ക് ആയിട്ട് തോന്നി. ബാക്കിലത്തേക്ക് സ്ട്രാപ്പ് ഒക്കെ നോക്ക്, നല്ല പ്രീമിയം ടച്ച് ഉണ്ട് കേട്ടോ. സോ സ്ലീപ്പിംഗ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. നൈസ് ആട്ടോ ഇത്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ മൃദുലയുടെ പച്ച പോരട്ടെ. ഇലക്ട്രിക്കൽ ബ്രഷോ? ഇലക്ട്രിക്കൽ അല്ല, ഇലക്ട്രിക് ബ്രഷ്. 2 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് പല്ലേക്കാം. 2 ഇതുണ്ട്, 2 എണ്ണം ഉണ്ട്. എനിക്കില്ല ഇവിടെ, ഞാൻ സാധയിലെ നീ സാധയിലെങ്കിലും ഒന്ന് തേര്. എടി ഇത് സെറ്റ് കേട്ടോ. തരുന്നില്ല ഞാൻ. എടാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ശരി, ഇതൊക്കെ വാങ്ങായിരുന്നു കേട്ടോ. എനിക്ക് അത് ഒരു സ്പെയറും ഉണ്ട് അതിന്റെ കൂടെ. യൂസ് ചെയ്യാം, ഒരു 5-6 മാസത്തേക്ക് എന്തായാലും യൂസ് ചെയ്യാം. അപ്പൊ അടുത്ത ആർക്കോ പല്ല് തേക്കാൻ കറണ്ടിൽ ഇനി പല്ല് തേക്കണ്ട, ചുമ്മാ പിടിച്ചോണ്ട്. ഞാൻ എന്ത് കഴപ്പാണെങ്കിലും ഇങ്ങനെ തേക്കുന്നത്, ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന നല്ല രസം. അതിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ചൊരു നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ആകാറ്. അയ്യോ പൊട്ടും മുതലേത്. ഇത് പിടിച്ചോ, ഇത് കുഴപ്പമില്ല. അപ്പം പച്ച കിടില ഗിഫ്റ്റ് മൃദുലെ. ഇത് കിടില സെലക്ഷൻ, ഒന്നും പറയാനില്ല. മൃദുല എടുത്തതില്
ഈ ഇപ്പൊ വന്നതിൽ ഏറ്റവും എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് ഇതായിരുന്നു. നമ്മൾ ഇതിലൂടെ എടുക്കാത്തൊരു ടൈപ്പ്. അപ്പൊ ഏട്ടന്റെ ബെസ്റ്റ് ഞാൻ ലാസ്റ്റ് പറയാം. എന്റെ ബെസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പറയണം. എനിവേ ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് എടുത്തപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഇനി അടുത്ത കളർ ഏതാ? അടുത്ത കളറ് ഞാൻ ഇത് എടുത്തോണ്ടിരുന്നപ്പോ നമ്മൾ എന്തുകൊണ്ട് ഓറഞ്ച് ഒക്കെ എടുത്തില്ല എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഓറഞ്ച് ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നു. ആ എടുക്കാത്ത കളറേ വരത്തുള്ളൂ. ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ. ഓക്കെ ഞാനല്ലേ എടുക്കണ്ടേ? മൃദുല സ്പ്രേ എടുത്ത സമയത്ത് ഞാൻ എടുക്കാതിരിക്കുക. ഞാൻ ഇതിനകത്ത് ഒരു സ്പ്രേ അല്ല, ഇതിനകത്ത് പാക്കായിട്ട് വരുന്നത്. ഐ തിങ്ക് ഇതിനകത്ത് 2 or 3 ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇതൊരു ബോക്സിലാണ് വരുന്നത്. ഇത് ഏതാണെന്ന് മനസ്സിലായില്ല. എപ്പോഴോ കണ്ട് നല്ല പരിചയം എനിക്ക്. ഇത് നമ്മളൊരു വീഡിയോക്ക് വേണ്ടി വാങ്ങിച്ചാണ്, പക്ഷെ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അടിപൊളി കേട്ടോ. ഇത് പോമണ്ടയാ അല്ലേ? നിനക്കത് എടുത്ത് പൊക്കമുള്ള ആരോഗ്യം ഇതെല്ലാം അവനുള്ളതാ. ഇതെല്ലാം അവന്റെ വിചാരം ഇതെല്ലാം അവനുള്ളതാണോ? ഇതെടുത്ത് അവന് പരിചയം. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ദാവൂദിയേവ്. അതാരാണ്? ഹൂ ഈസ് ദാറ്റ്? ഇങ്ങോട്ടൊരു കാര്യം പറ. എന്തുവാ ഈ ഗിഫ്റ്റ് വേണ്ടേ? അവന് വീഡിയോയിൽ സംസാരിക്കണം കേട്ടാ. എന്തൊക്കെയോ കൈ കാണിച്ചിട്ടൊക്കെ പറയുന്നു. അമ്മ മിണ്ടുന്നില്ല. കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞിപ്പോ ഒരു 10 വാക്ക് 10 വാക്ക് പറയുന്നുണ്ട് ചോദിച്ചു. പറഞ്ഞു 10 വാക്ക് പൂച്ച എന്നൊക്കെ പറയും. പൂച്ചന്ന് പറയത്തില്ല, ഞാന്ന് പറയും. അതൊരു വാക്കായിട്ട് കൂട്ടാം. പിന്നെ അച്ഛൻ, അമ്മ, അച്ചാച്ച അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അവൻ പറയും. പിന്നെ ഇതേപോലെ ചുമ്മാ മനസ്സിലാവാത്ത അതേ മതിയെന്ന് പറഞ്ഞു. അത് അങ്ങനെ സംസാരിക്കണം. മനസ്സിലാകത്തില്ല, പക്ഷെ അത് സംസാരിക്കണമെന്നുണ്ട് അവന്. ഓ ഷർട്ട് ഞാൻ ഡ്രസ് എടുത്തില്ല കേട്ടോ ഗൈസ്. ഞാൻ ആദ്യം ഡ്രസ് എടുക്കാൻ വേണ്ടി കേറി. അപ്പൊ ഞാൻ വിചാരിച്ചു ഡ്രസ് എടുക്കണ്ടെന്ന് വിചാരിച്ചു, വേറെ എന്തെങ്കിലും എടുക്കണം. കാരണം ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് അത് സൈസ് ആവൂല എന്നൊക്കെ ഒരു ഇതല്ലേ. അപ്പൊ പിന്നെ വിചാരിച്ചു ഫ്രീ സൈസ് എടുത്ത് അത് നമുക്ക് എങ്ങനെയും എനിക്ക് യൂസ് ചെയ്യാലോ. ഇത് ലാർജ് ആണ് വാങ്ങിയത്. ശേഷം എക്സൽ ആയ ഒരാൾക്കും ഇടാൻ തോന്നുന്നു. നല്ല ക്ലോത്താ. നല്ല ക്ലോത്ത് അല്ലേ? ഈ നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ വീഡിയോന്റെ കളറുമായിട്ട് മാച്ച് ആവുന്നു. സെയിം കളർ പോലെ തോന്നുന്നു. ഇത് ബ്ലാക്ക് പാന്റിന്റെ കൂടെ ബ്ലൂ ജീൻസിന്റെ കൂടെ ഇച്ചിരി ഓവർ സൈസ് ആട്ടോ. ഓവർ സൈസ് ആണ്. അതാ ഞാൻ എടുത്തത്. ഇങ്ങനെ ഏട്ടൻ 4-6 വാങ്ങിയത് ഞാൻ അറിയില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അമ്പും കൂടെ ഉള്ളത് കൊണ്ട് എടുത്തങ്ങ്. അമ്പു ഉറക്കമായിരുന്നു. അമ്പു ലാസ്റ്റ് ഇറങ്ങിയത്. വന്ന് അവൻ എത്തി. ലൈറ്റ് ബ്ലൂ. അവന്റെ ലൈറ്റ് ബ്ലൂ കൊണ്ടാ വന്ന്. അപ്പൊ അടുത്ത കളർ നോക്ക്. നെക്സ്റ്റ് കളർ. എനിക്ക് എന്തെങ്കിലും വാങ്ങിയോ? എനിക്ക് എന്തെങ്കിലും വാങ്ങിയോ? നീ എനിക്ക് എന്തെങ്കിലും വാങ്ങിയോ? ഡാർക്ക് ബ്ലൂ. ഇത് തിരിയുന്നില്ല. ആരുടെയോ ഉറക്കം കളയാനുള്ള പരിപാടിയാ. ആരുടെയോ ഉറക്കം കടുത്ത. നല്ല മെറ്റലിന്റെ ആണ്, ഫുൾ മെറ്റലാണ്. എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ റൂമിൽ ചുമ്മാ വെക്കാനാണെങ്കിൽ ഭയങ്കര ഹോംവെല്ലിന്റെ ആണ്. ഹോംവെൽ അലാറം ക്ലോക്ക്. ഇത് സ്റ്റഡി ടേബിളൊക്കെ വെക്കാനും നല്ലൊരു ലുക്ക് ആയിരിക്കും. സ്റ്റഡി ടേബിൾ മാത്രമല്ല, ബെഡ്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും വെക്കാൻ സൂപ്പറാ. ഉറക്കം കറക്റ്റ് സമയത്ത് എണീക്കണം. സമയം ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഞാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി ഞാൻ വിചാരിച്ചു കഴിഞ്ഞപോലെ ജെട്ടി വല്ലതും പൊക്കിക്കൊണ്ട് വരുവാണെന്ന്. ഞാൻ പ്രതീക്ഷ ഇങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് പേടിച്ചു. ദൈവമേ, ഈ പെണ്ണ് നാട്ടിക്ക ജെട്ടി എനിക്ക് വാങ്ങിയ സോക്സ് തീർന്നില്ല. അല്ല ഷോക്സ്. ഷോക്സ് എങ്കിൽ ഷോക്സ്. ഹാരി പോട്ടർ തീർന്നില്ല. ഇത്രയും വലിയൊരു ബാറ്റ് ടവൽ, നല്ല സോഫ്റ്റ് മൈക്രോ ഫൈബർ വരുന്ന ടവൽ. സോഫ്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ഐറ്റം. അടുത്തത് ബ്രൗൺ. ബ്രൗൺ. യെസ്, ബ്രൗണില് ഞാൻ വാങ്ങിച്ചിരിക്കുന്നു ഒരു ഫ്രീ സ്റ്റൈൽ ടീഷർട്ട് ഫോർ ഗേൾസ്. സമ്മർ സോൾ ഇൻ സ്ലേ. ലിവിംഗ് ഇൻ മൈ ബീച്ച് ഗോഡസ് എറ.
ഇത് ഫ്രണ്ട് അല്ല, ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്. നൈസ്. കൊള്ളാം കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. ഗേൾസ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ഐറ്റം ഇപ്പം വരും. നാപ്റ്റോൾ. നാപ്റ്റോളോ? സെറ്റ്. നിങ്ങൾക്ക് ജോലൈൻ വേണോ അല്ലെങ്കിൽ ഹെയർ മസാജ് വേണോ, എന്തിനു ഉപയോഗിക്കാം. ഇത് വുഡിന്റെ സാധനമാണ് കേട്ടോ. ഞാൻ എടുത്തോട്ടെ? പൊള്ളി സാധനമാണ്. ഇത് അറിയാവുന്നവർക്കേ അറിയൂ. ഇത് കൊറിയൻ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ? അല്ല, ഇത് 2 in 1 ആണ്. ഇത് ഫേഷ്യലിന് മാത്രമല്ല, ഹെയറിനും കൊള്ളാം. ഹെയറിന് യൂസ് ഹെയർ മസാജ്. അതിന് ഷേപ്പ് കണ്ടോ നീ? അല്ലേ, ഒരു കൈയുടെ പോലൊക്കെ ഒരു ഷേപ്പ് അല്ലേ? ഇതാണ് സാധനം. ഇത് കറക്റ്റ് അതിന്റെ വാക്ക് ഞാൻ രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് മസാജ് കോം. ജോലൈൻ എനിക്കില്ല, എനിക്ക് വേണോ, എനിക്ക് നിനക്ക് കിട്ടുന്നുണ്ടല്ലോ അമ്പൂന്റെ കൈക്ക്. അപ്പൊ ഇതൊക്കെ പെൺപിള്ളേർ യൂസ് ചെയ്യുന്നത് നിനക്ക് അറിയാം അല്ലേ? എന്നിട്ടാണോ വാച്ച് തരാത്തെ? നമ്മൾ തമ്മിൽ ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, അടുത്ത വർഷമേ ഉള്ളൂ. എന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ പൊക്കോട്ടല്ലേ? ഞാൻ പറയട്ടെ, ഗസ് ചെയ്യട്ടെ, ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിരിക്കും. അല്ല, നമ്മൾ അങ്ങനെയല്ല. ബ്യൂട്ടി ബോയ്സ് എല്ലാരും ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനെ യൂസ് ചെയ്യോ? ഈ മാസം ഒരു കല്യാണം ഉണ്ട്, മുണ്ടിന്റെ കൂടെ സെറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എടുത്തോട്ടോ. നൈസ്. കറക്റ്റ് ബ്രൗൺ. ചെരുപ്പ് ഇഷ്ടം പോലെ ബ്രൗൺ കളറിലുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ കയറി എടുത്ത തന്നെ ചെരുപ്പ് ബാഗ് ബ്രൗണില് ഒരു ക്ഷാമവും ഇല്ല. ഇഷ്ടപ്പെട്ടോ? അടിപൊളി സാധനമാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടോ. ചെണ്ട കൊത്തതാ ചെണ്ട, ചെന്ത കൊത്തതാ ചെണ്ട. അവൻ തലയെ കൈവച്ചു. ഈ അച്ഛന് വട്ടായോ? അടുത്ത കളർ. അടുത്ത കളർ തീരണ്ടായിരുന്നു. ബ്ലാക്ക് ബ്ലാക്ക്. ഓ ഡേ. ഈ ഒരു ബ്ലാക്ക് മെറ്റാലിക് ബ്ലാക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ചില ബ്ലാക്കുകൾ ഒരു നരച്ച ബ്ലാക്ക് ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ ബ്ലാക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ ബാഗ് സെറ്റ് ആയിട്ട്, കാരണം ഭയങ്കര കാഷ്വൽ ആയിട്ട് നല്ല അടിപൊളി സിബിന്റെ കളർ ഉണ്ടോ? കറക്റ്റ് സിൽവറിന്റെ സ്റ്റീലിന്റെ കളർ. അതുമല്ല, ഇത് ബെൽറ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബെൽറ്റ് പോലെ കൊള്ളാം. അതെ, ഊരി നമ്മൾ ഇല്ലിലും കെട്ടാം പാൻറ് ഊരി പോകുമ്പോ. സെറ്റ് ഇടാൻ കൂടുതല് നിനക്ക് ഇങ്ങനത്തെ ഐറ്റം നിനക്കൊണ്ട് ഈ ചലഞ്ച് ഒന്ന് കഴിഞ്ഞ ഞാനേ ആ ഒരു നീല ബാഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നാവുന്നു. അതിന്റെ വള്ളിയെല്ലാം കീറി. നിന്റെ മോന്റെ സ്നഗ്ഗിയല്ലേ ഞാൻ ചുമക്കുന്നേ? എനിക്ക് സ്റ്റൈലായിട്ടൊക്കെ നടക്കണം. പേടിച്ച്. അടിപൊളി അടിപൊളി. ബ്ലാക്ക് തീർന്നില്ല. സന്തോഷമുണ്ടെന്നാലും ഇതിന്റെ അടിയില് നമ്മള് വിടുന്നുണ്ടെന്നും പിന്നെ അടിയിൽ പേപ്പർ ഉണ്ട് കേട്ടോ. പേപ്പർ ഉണ്ട്. ഇതായിരുന്നു എന്റെ ഒരു, നമ്മൾ ചിലത് വാങ്ങുമ്പോണ്ടല്ലോ അതിനോട് കോമ്പിനേഷൻ ചെയ്ത വേറെ എന്തെങ്കിലും വാങ്ങണമെന്നൊരു ആഗ്രഹം. അപ്പം അങ്ങനെ കറുപ്പ് തീർന്നേ. അല്ല, നീ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ലേ. ഓക്കെ, ഇപ്പൊ എന്റെ ബ്ലാക്ക് എടുക്കട്ടെ. ഇത് ഇതിന്റെ അല്ലേ? ലെൻസ് കാർട്ട് അല്ലേ? ലെൻസ് കാർട്ട് അല്ല, പിന്നെ ടൈറ്റാനായി. അതാ ഞാൻ ആലോചിച്ചേ, എവിടോ കണ്ട നല്ല ബ്രാൻഡ്. ഓ, ടൈറ്റന്റെ കേട്ടോ, ടൈറ്റന്റെ കൂളിംഗ് ഗ്ലാസ് ഗൈസ്. ഏടാ മോനെ, അത് കൂളിംഗ് ഗ്ലാസ് ഈ ചെറുക്കൻ ഇങ്ങനെ അഡിക്റ്റാ. ഇത് അതിന്റെ അകത്ത് തന്നെ ക്ലോത്തും ഉണ്ട്, പിന്നെ ഒരു കാർഡും ഉണ്ട്. എന്തുവാ നീ തല്ലി പന്നേ? ദൈവമേ, ഇവന് ഭയങ്കര ഇഷ്ടം കൂളിംഗ് ഗ്ലാസ്. അത് തന്നെ എടുത്ത് വെക്കും. ഭയങ്കര ഇഷ്ടം കൂളിംഗ് ഗ്ലാസ്. ഇത് വാങ്ങുന്ന ആൾക്ക് ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടൈറ്റന്റെ എവിടെയെങ്കിലും പോയ ഒരു 20% ഓഫ് കിട്ടും. ആ കൂപ്പൺ ഉണ്ട്. മതി കഴിഞ്ഞു. ഗേൾസിന്റെ ഏറ്റവും ഫേവറേറ്റ് കളറാണ് ഈ പിങ്കും റോസും കാര്യങ്ങളും. അപ്പം ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ. ഓക്കെ, ഓരോന്നായിട്ട് എടുക്കട്ടെ. അപ്പൊ ഒന്നൊന്നും അല്ല. മിനുക്ക് കണ്ടോ? മിനുക്ക് എടാ, അടിയില് മിനുക്കടാ. സെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും BPA ഫ്രീ ആണ്. ബാർബി
വലിച്ചെടുത്തോ. ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എടാ മിനിക്കുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുമ്പോ മിനിക്ക് തൊണ്ടേ പോലെ. ശരിയായില്ല. അല്ലാതെ വരൂലത്. എടാ അത് പൊളിയാട്ടോ. നീ വെള്ളം കുടിച്ചോണ്ട് എഴുതുന്നോന്നോർക്ക് എഴുതാം. ഓ ചെറിയൊരു ഡയറി നിങ്ങൾക്ക് എടാ അത് പൊട്ടിക്കുന്നില്ല, കാരണം അത് സാധാ ഡയറി അല്ല. താണ്ട ഇങ്ങനെ അതിനകത്ത് വള്ളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ബാർബി, അതും ബാർബിയുടെ തന്നെ. അപ്പൊ ബാർബിയുടെ പേന ഇത് രണ്ട് സെയിം, കാരണം ഇതേ ഇത് ഇതിനകത്തും ഉണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ പേന ഇത്. അതെ അതെ അതെ. അല്ല അതിന്റെ ഇത് സെപ്പറേറ്റ് അല്ല, സെയിം ബാർബിയുടെ. കാരണം ഉണ്ടോ ഇത് കണ്ടോ ഒരു ഗേളിന്റെ പടം, അത് ഇതിന്റെ പേനകത്തും ഉണ്ട്. കാട്ടി പൊളിയാട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് നഖം വെട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ നഖം വെട്ടി. ഇത് മൊത്തം ഒരു ബാർബി തീമാണ്. മൊത്തം ബാർബിയാണ് കേട്ടോ. 4 പ്രോഡക്റ്റ്, ഒരു കളറിന് 4 പ്രോഡക്റ്റ്. അപ്പൊ ഇത്രയും സെലക്റ്റീവ് ആയിട്ട് എടുക്കാൻ ഏട്ടൻ അറിയാം. ഇനിയുണ്ടോ? ഇല്ല ഞാൻ നോക്കിയതാ. ഞാൻ ബാർബിയുടെ വേറെന്തോ എടുക്കുന്നൊക്കെ ഒരു ഓർമ്മ. ഇല്ല ഇത്രേ ഉള്ളൂ. ഇത്രയും നേരം ഏട്ടൻ എടുത്തതും എല്ലാം കാറ്റഗറി വരെയാ. പക്ഷെ അന്ന് അമ്പൂന് വാങ്ങിയത് എനിക്ക് വാങ്ങിയത് സെയിം കാറ്റഗറിയിലുള്ള എത്ര പ്രൊഡക്റ്റ് വാങ്ങി. ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. ഇവിടെ തിരിച്ചു വാങ്ങി. ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് ആട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന സാധനം എല്ലാം അമ്പു ഉപയോഗിച്ചിട്ട് തരുന്ന സെക്കൻഡ് ഹാൻഡാ. ഇതൊക്കെ മാറ്റി അപ്പോ ഞാൻ എടുക്കട്ടെ. എനിക്കങ്ങനെ ഞാനങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല. ചുമ്മാ അല്ലല്ലേ ഏട്ടൻ താമസിച്ചേ. എന്റെ പേന കേട്ടോ കുറച്ചുകൂടി ലീഫ്ലർ ഇഷ്ടം പോലെ. അല്ലാതെ ഞാൻ ഇത് നല്ല ഗിഫ്റ്റ്. ഫേഷ്യൽ മാസ്ക് ഞാനും എടുത്തായിരുന്നല്ലോ. ഫേഷ്യൽ മാസ്ക് അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത. ഞാനും എടുത്തല്ലോ ഫേഷ്യൽ മാസ്ക്. ഇത് ബീട്രൂട്ടിന്റെ ഫേഷ്യൽ മാസ്ക് ആട്ടോ. അത് ബീട്രൂട്ട്. അപ്പൊ ഗൈസ് എന്റെ പിങ്ക് ഇതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് അറിഞ്ഞിരുന്നേ ഞാൻ കുറച്ചുകൂടെ ഒക്കെ എടുത്തേനെ. ലാസ്റ്റ് കളർ വൈറ്റ്. ലാസ്റ്റ് കളർ 10ാമത്തെ കളർ വൈറ്റ്. തീർന്നില്ല. ക്ലിപ്പ്, കുറച്ച് ഹെയർ ആക്സസറീസ് വൈറ്റ്. തീർന്നില്ല ഗൈസ്. പിന്നെ അതോടുകൂടി നമ്മൾ ചെറിയൊരു മിറർ വൈറ്റ് ഇതാണ്ടേ ഇതുവഴി കൂടെ കാണാം. ഇതേ കണക്കത്തെ മൃദുലൊക്കെ ഞാൻ ഓർമ്മ വാങ്ങിച്ചായിരുന്നില്ല കഴിഞ്ഞ സ്ഥലത്തിൽ ഫ്ലിപ്പ് ചെയ്യുന്ന. അതിന്റെ വേറൊരു ടൈപ്പ്. ഫ്രണ്ടില് ഇത് റെഡ്. ഇത് നോക്കണ്ട നിങ്ങൾ. ഇത് മിറർ വൈറ്റ് ആണ്. ഇത് മൃദുല സെലക്ട് ചെയ്ത് തന്നെയാണ്. മൃദുല ലാസ്റ്റ് വന്നപ്പോ എടുത്തു ഗൈസ്. അപ്പൊ എന്റെ വെള്ളയിൽ 3 ഐറ്റം കേട്ടോ. എല്ലാം യൂസ്ഫുൾ ആട്ടോ. എല്ലാം വെറൈറ്റി എല്ലാം യൂസ്ഫുൾ. താങ്ക് യു. എടി ഇത് ഭയങ്കര രസം കേട്ടോ. ഇതാണ് ഞാൻ എടുത്തതിനെക്കാട്ടി രസമുണ്ട്. സ്ലീപ്പ് മാസ്ക്. വെയിറ്റ് ഉണ്ടോ? എന്തോ ഒരു വെയിറ്റ് എനിക്കറിയത്തില്ല. നല്ല പ്രീമിയം. എനിക്ക് നീന്റെ അകത്തെ എന്തെങ്കിലും ജെല്ല് പോലത്തെ ഉണ്ടോ? കണ്ണിന് കുറച്ച് കൂളിംഗ് കിട്ടാൻ വേണ്ടിട്ട്. അല്ല ബഡ്സ് കേട്ട എപ്പോഴും തിന്ന ഉടനെ, രാവിലെ കഴിച്ച ഉടനെ, ഉച്ചക്ക് കഴിച്ച ഉടനെ, രാത്രി കഴിച്ച ഉടനെ ചെവിയിലെടുത്ത് ഇടണം. പിന്നെ തീർന്നില്ലേ? ഞാൻ പേന വാങ്ങിയിട്ട് ഇതുകൊണ്ടാ. ഒരു ചെറിയൊരു ഡയറി വാങ്ങി. മേക്ക് എവരിഡേ എ വർക്ക് ഓഫ് ആർട്ട്. ഇത് വൈറ്റിൽ ഉൾപ്പെടുത്താമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. സിൽവർ പക്ഷെ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതും ഞാൻ വാങ്ങിയത്. കുറച്ച് റിലാക്സ്, സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കും. എല്ലാം എടുത്തതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. പക്ഷെ ഇത് അടിപൊളിയല്ലേ? ഇത് മസാജ് ചെയ്യുമ്പോൾ അറിയാം. ഒരു കാര്യം കേട്ടോ, ഞാനും പക്ഷെ നമ്മൾ പറഞ്ഞില്ല ഒരു പ്രോഡക്റ്റിൽ ഒരെണ്ണെ വാങ്ങാവൂ എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം കേട്ടോ. മനസ്സ് നിറഞ്ഞ ടേബിൾ ഫില്ല് ചെയ്ത് നമുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ മാക്സിമം യൂസ്ഫുൾ ആക്കാനാണ് ഞാൻ ശ്രമിച്ചത്. മൃദുല റെഡിൽ വാങ്ങിച്ച ആദ്യം കാണിച്ച സ്പ്രേ ഉൾപ്പെടെ ബോട്ടില്, ക്യാപ്പ്, ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. നമ്മുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, ഷർട്ട്, എല്ലാം ഇത് ഞാൻ കണ്ടോ. ഇതിങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ മിനിക്കൊക്കെ വരും. എല്ലാം മൃദുല നല്ല അടിപൊളി ഒരു പ്രീമിയം ഗ്ലാസ് വാങ്ങിച്ചു. അമ്മൂട്ടാ ഹാപ്പിയാണോ?
അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ പറയാന്ന് പറഞ്ഞു. ഇതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ മൃദുലയുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്താൽ മതി. സോ നമ്മൾ ഈ ഒരു വീഡിയോ ലൈവ് പോയതിനു ശേഷം വിത്തിൻ 10 days മാക്സിമം നമ്മൾ ഇത് അവരിലോട്ട് എത്തിക്കും ഈ ഒരു സാധനം. സോ ഒരു 1 ഗേളിനും ഒരു ബോയ്ക്കും. അപ്പൊ അത്രയുള്ള ഗൈസ്, ഇതുപോലുള്ള എക്സൈറ്റിംഗ് ചലഞ്ചസ് നമുക്ക് ഇനിയും ചെയ്യാം. മൃദുലയ്ക്ക് ഉടനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് വേണം, ഉറപ്പായിട്ടും വേണം. അപ്പൊ അത്രയുള്ളൂ. സോ ഹാപ്പി, ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അതെ 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 അതെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അന്ന് അറിയുമ്പോഴും നമുക്ക് ഇനി അത് അങ്ങനത്തെ ഏട്ടന്റെ ക്രിയേറ്റിവിറ്റി അല്ല, വെറൈറ്റി സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ പ്രൗഡ് ഓഫ് യു. ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള ഗൈസ്, ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ. എന്തോ പരിപാടി? ഇപ്പൊ തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഓക്കെ.